4 ഉണക്കക്കുറിച്ചിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ട ഉള്ളി ചതച്ചത്, മുളക് ചതച്ചത്, ഉണക്കമുളക്, 4 മുളക് ചതച്ചത്, ഉള്ളി ചതച്ചത് വൃത്തിയാക്കി വെട്ടിക്കൊണ്ട് വരും. വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കി കഴുകി പിഴിഞ്ഞെടുക്കും. ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കക്കുറിച്ചിലാണ്. ഇനി നമുക്കത് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഇത് വറുക്കാൻ വേണ്ടിയുള്ള ഒരു 4-5 സ്പൂൺ വേണം എണ്ണ. ഇനി അതിലേക്ക് നമുക്ക് കുറിച്ചിൽ ഇടാം. അതിൽ കിടന്ന് മുരിയട്ടെ. ചെറിയ തീ കുറച്ചിട്ട് അതിൽ കിടന്നൊന്ന് മുരിയട്ടെ. ഇവട്ടെ ആവശ്യം കൂടി മുരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി ചതക്കുക. ബ്രൗൺ കളറിലായില്ലേ? ഇത് നിറം മാറി നല്ല മുരിവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചതച്ച ഉള്ളി ചേർക്കാം. ആ എണ്ണയിലേക്ക് ഉള്ളി ഉണക്കമുളകും ചതച്ച ഉള്ളിയും ചേർത്ത് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതും കൂടി ഇട്ട് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. നല്ലൊരു സമയം വറുത്തതിൻ്റെ മണം വരും. നല്ല മണം വരും. ഇതിന് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കും. എങ്ങനെയുണ്ട്? കുറെ നാളായി ഉണക്കമീൻ കൂട്ടി കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് കഴിയല്ലായിരുന്നു ഉണ്ടാക്കാൻ. എന്നിട്ട് ഉണ്ടാക്കി തന്നെനിക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഉണക്കമീൻ. താങ്ക് യു.